ഇന്നൊരു ചീരക്കറി ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ 2 കെട്ട് ചീര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. കഴുകിയൊക്കെ വൃത്തിയാക്കി നല്ലതുപോലെ 4-5 പ്രാവശ്യം കഴുകണം. ഇതിൽ നന്നായിട്ട് മണലുണ്ടാവും. അപ്പോൾ കഴുകി വൃത്തിയാക്കി സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ പരിപ്പ്, ഒരു 8-10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ നന്നായിട്ട് ഇതേപോലെ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പരിപ്പ് വെന്ത് നല്ലതുപോലെ ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു 4 പച്ചമുളക്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച് ചീര ഇട്ട് കൊടുക്കണം. അത് ഇട്ട് കൊടുത്ത് ഇതേപോലെ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടോ, നല്ല രസമായിട്ട് ഈ ചീര കഴിക്കാനായിട്ട്. ഈ ചീരൻ്റെ പേരറിയാർക്കെങ്കിലും? ഇത് നല്ല തണുപ്പാണ് ഈ ചീര കഴിച്ചാൽ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അടപ്പിട്ടിട്ട് ഒരു വിസിലിന് വേവിച്ചെടുത്തതാണിത്. ഇതേപോലെ നല്ലതുപോലെ വെന്ത് വരണം കേട്ടോ, അപ്പോഴേ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇത് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമായിട്ടത്. അപ്പോൾ നമ്മൾ കുക്കറിന് മൂടിയൊക്കെ എടുത്ത് ഒഴിവാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഇതേപോലെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തന്നെ കറിയൊക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. ഇത് കുക്കർ ഓഫാക്കി വെച്ചതിന് ശേഷം ചൂടാറിയാലും നല്ലതുപോലെ കുറുകി വരും. പരിപ്പും ചീരയൊക്കെ കൊണ്ട് നല്ല ഗട്ടിയിലുണ്ടാവും. അതിനുശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾക്കിതിലേക്ക് ഒരു കുറച്ചൊരു കടുക് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ ചീരക്കറി വറവിടുമ്പം കടുക് ഇടലില്ലല്ലോ, പക്ഷേ ഇതിൽ കുറച്ച് കടുക് ഇടും. ആ കടുകും നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ചെറിയുള്ളിയും 3 മുളകും വേണം. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 ചുവന്ന മുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലവണ്ണം ഒന്ന് കളറ് മാറട്ടെ. കളറ് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചീര വേവിച്ച് വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, കുറച്ചും കൂടി ഗട്ടിയായിട്ടുണ്ട് കറിയൊക്കെ. നമുക്കിതിലേക്ക് ഈ സമയത്ത് താളിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇത്രയുള്ള പണി കേട്ടോ. എളുപ്പത്തിലാവും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഉണ്ടോ, നല്ല അടിപൊളി ചീരക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ നാട്ടിലൊക്കെ പോകുമ്പോൾ തേങ്ങ അരച്ചിട്ടല്ലോ ഒക്കെ, അതൊന്നും വേണ്ട.